ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞ ഒരു വാർത്ത. വളരെയേറെ വേദന തോന്നി ആ ഒരു വാർത്ത കേട്ടപ്പോൾ. ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയിട്ട് രണ്ട് സഹോദരികൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. അജ്മല തസ്നി എന്ന് പറയുന്ന 21 വയസ്സുള്ള ഒരു സഹോദരി, അതുപോലെ 26 വയസ്സുള്ള അവരുടെ സഹോദരിയായ ബുഷിറ എന്ന് പറയുന്ന സഹോദരി. ഈ അജ്മല ഉണ്ടല്ലോ, 6 മാസം ആയിട്ടുള്ളൂ ദാമ്പത്യ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട്. കുടുംബജീവിതം നല്ല രൂപത്തിലൊന്ന് ആസ്വദിക്കാൻ പോലും കഴിയാതെ ആ സഹോദരി ഇന്നലെ അവരുടെ സഹോദരിയുടെ കൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹു മഗ്ഫിർ ലഹുമാ വറഹംഹുമാ. പടച്ചോനെ, രണ്ട് സഹോദരികളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവർ മരണപ്പെട്ടത് മുങ്ങി മരിച്ചതാണെന്നറിയാൻ കഴിഞ്ഞത്. ഷഹീദിൻ്റെ കൂലി നീ നൽകണേ തമ്പുരാനെ. ഇന്നലെ ഇവരുടെ മൂത്ത സഹോദരിയായ സൈനബയുടെ വീട്ടിലേക്ക് പോയതാണ്. ആ സൈനബയുടെ വീട്ടിലെത്തിയിട്ട് വളരെ സന്തോഷത്തോടുകൂടെ ഇവരെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു, തമാശകൾ പറഞ്ഞു. ആ ഒരു വീട് കണ്ണീർ കടലായത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ്. വൈകുന്നേരമായപ്പോൾ കടലുണ്ടി പുഴയിലേക്ക് ഇവർ എല്ലാവരും കൂടി കടന്നുപോയി. ഈ രണ്ട് സഹോദരികൾക്കും നീന്തൽ അറിയില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചെറിയ കുട്ടികൾക്ക് അവിടെയുള്ള ഈ രണ്ട് സഹോദരികളെ കടലുണ്ടി പുഴയുടെ വക്കത്ത് കാണാൻ കഴിയുന്നില്ല. ആ മക്കൾ വളരെ വേദനയോടുകൂടെ അലമുറയിട്ട് കരഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഓടി വന്നിട്ട് കടലുണ്ടി പുഴയിലേക്ക് എടുത്ത് ചാടി ഒരുപാട് ഊളിയിട്ട് തെരഞ്ഞപ്പോൾ ആ രണ്ട് സഹോദരികളെ ആ ഒരു കടലുണ്ടി പുഴയിൽ നിന്ന് കിട്ടി. അവരെ വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും അള്ളാഹുവിൻ്റെ വിധിക്കുത്തരം നൽകിയിട്ട് ആ രണ്ട് സഹോദരികൾ ഇന്നലെ യാത്രയായി. എത്ര വേദന ആ കുടുംബത്തിനുണ്ടാകും. 6 മാസം മാത്രം ദാമ്പത്യ ജീവിതം അനുഭവിക്കാനേ അജ്മല എന്ന് പറഞ്ഞ ആ ഒരു സഹോദരിക്ക് വിധി ഉണ്ടായിരുന്നുള്ളൂ. അഫ്സൽ എന്ന് പറയുന്ന സഹോദരൻ 6 മാസം മാത്രം തൻ്റെ ഇണയായ അജ്മലയുടെ കൂടെ ജീവിച്ചു. ഇനി അവന് അത് വെറും ഓർമ്മകളാണ്. എത്ര വേദന സഹിച്ചിട്ടാകും ആ സഹോദരൻ ആ ഒരു വാർത്ത കേട്ടിട്ടുണ്ടാകുക. പുത്തനത്താണി സ്വദേശിയായ അമീർ എന്ന് പറയുന്ന സഹോദരൻ്റെ ഭാര്യയാണ് ബുഷിറ എന്ന 26കാരി. അവരുടെ 2 മക്കളെ അനാഥയാക്കിയിട്ട് തൻ്റെ ഭർത്താവായ അമീറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ആ ഒരു ബുഷിറ എന്ന് പറയുന്ന സഹോദരി ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിൽ ആ ഒരു വാർത്ത കേൾക്കുമ്പോൾ ആ മനുഷ്യനുണ്ടാകുന്ന വേദന എത്രത്തോളമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമ്മ തൻ്റെ മുമ്പിൽ കിടന്നിട്ട് പെടഞ്ഞ് ഇല്ലാതായെങ്കിൽ ആ രംഗം കണ്ടു നിന്ന ആ മക്കളുടെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. ഒരു നാട് മുഴുവനും തേങ്ങലടിച്ച് കരയുമ്പോൾ ഒരു കുടുംബം വളരെയേറെ വേദനയിലേക്ക് എത്ര പെട്ടെന്നാണ് അവർ കൂപ്പുകുത്തിയത്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത്. സങ്കടങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ വെറും നിമിഷങ്ങൾ മാത്രം മതി. അള്ളാഹു ആ കുടുംബത്തിന് അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ 2 സഹോദരികൾക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഭർത്താക്കന്മാർക്കൊക്കെ അള്ളാഹു ക്ഷമ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.